ഗൂഗിൾ മാപ്പിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മെക്സിക്കോ. ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിൾ ഈ മാറ്റം വരുത്തിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാക്കിയില്ലെങ്കിൽ ഗൂഗിൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മെക്സിക്കോ അറിയിച്ചിരിക്കുകയാണ്. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം ആണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഗിളിനോട് ഇതിനകം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും ക്ലോഡിയ ഷീൻബോം പറയുന്നു. ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണുള്ളത്. ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഷിൻബോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 20-ന് അധികാരമേറ്റെടുത്ത ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് പ്രശ്നം ആരംഭിച്ചത്. ട്രംപിന്റെ ഉത്തരവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോണ്ടിനെന്റൽ ഷെൽഫിന് മാത്രമേ ബാധകമാകൂ എന്ന് ഷീൻബോം വാദിക്കുന്നു. മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് സാധിക്കുക? 3 രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടൽ പങ്കിടുന്നത്. ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നു. ഉൾക്കടലിൽ 49% തങ്ങൾക്കാണെന്നും ഏകദേശം 46% മാത്രമേ യുഎസിന് അധികാര പരിധിയുള്ളൂ എന്നാണ് മെക്സിക്കോ പറയുന്നത്. ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി 5% എന്നും ക്ലോഡിയ ഷിൻബോം വ്യക്തമാക്കിയിട്ടുണ്ട്. മെക്സിക്കോ ഗൂഗിളിനൊരു ഔദ്യോഗിക കത്തും അയച്ചിട്ടുണ്ട്. എന്നാൽ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഔദ്യോഗികമായി സർക്കാരുകൾ പേരുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ഗൂഗിൾ കഴിഞ്ഞ മാസം വ്യക്തമാക്കുകയും ചെയ്തു. ഗൂഗിൾ മാപ്പിൽ ഉപയോക്താവിനെ അനുസരിച്ചാണ് പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് കാണിച്ചിരിക്കുന്നത്. മെക്സിക്കോയിൽ ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാണ് നൽകിയിരിക്കുന്നത്. മറ്റു പല പ്രദേശങ്ങളിലും 2 പേരുകളും നൽകിയിട്ടുണ്ട്. ആപ്പിൾ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്ത് US ഉപയോക്താക്കൾക്ക് പുതിയ പേരാണ് കാണിക്കുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് 1607 മുതൽ ഉപയോഗിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷിൻബോം ആവർത്തിച്ചു വാദിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലിയുള്ള തർക്കം മെക്സിക്കോ US തമ്മിൽ നീണ്ട കാലമായി നിലനിൽക്കുന്നുണ്ട്. ടെക്സസിനും മെക്സിക്കൻ സംസ്ഥാനങ്ങളായ ചിഹുവാഹുവ, കോഹില, ന്യൂവോ തൗമൈലിപാസ് എന്നിവയ്ക്കും ഇടയിലുള്ള അതിർത്തി നദി മറ്റൊരു ഉദാഹരണമാണ്. മെക്സിക്കോ ഇതിനെ റിയോ ബ്രോവോ എന്ന് വിളിക്കുന്നു. US ഇത് റിയോ ഗ്രാൻഡെ എന്നാണ് അറിയപ്പെടുന്നത്. ഡനാലിയെ മൗണ്ട് മക്കിലിൻസിലേക്ക് മാറ്റാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ അക്വേലിയിലെ തദ്ദേശീയ ഗ്രൂപ്പുകൾ അപലപിച്ചതോടെ പുനർനാമകരണം മെക്സിക്കോയ്ക്ക് പുറത്തും പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട നിലപാട് ആവർത്തിച്ചു വീണ്ടും രംഗത്തെത്തി. ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ട്രംപ് വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വാറ്റ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ താരിഫുകളുള്ള രാജ്യങ്ങളെ പോലെ തന്നെ പരിഗണിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ അമേരിക്കൻ ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്താൽ അക്കാര്യങ്ങളും കാര്യമായി പരിഗണിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്.